പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നത സുരക്ഷാ അവലോകന യോഗം ചേരും. ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയാലുടൻ ചേരുമെന്നാണ് വരുന്ന വിവരങ്ങൾ. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എപ്പോഴാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നത സുരക്ഷാ അവലോകന യോഗം എപ്പോഴാണ് നടക്കുക? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ത്യ എങ്ങനെയാണ് ഈ ഗൾഫ് മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്? ജി.കെ, അതിസുപ്രധാനമായിട്ടുള്ള ഒരു സുരക്ഷാ അവലോകന യോഗം ചേരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ആ ഒരു അവലോകന യോഗം, അതായത് ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേർന്ന ഈ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പശ്ചിമേഷ്യ മിഡിൽ ഈസ്റ്റിലെ പ്രധാനമായും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് എന്താണ് ഇതിൽ ഇന്ത്യയുടെ തീരുമാനം എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ യോഗത്തിലായിരിക്കും എടുക്കുക. പ്രധാനമായിട്ടും ഇന്ത്യൻ പൗരന്മാർ പലയിടങ്ങളിലായി തന്നെയുണ്ട്. ഇറാനിലും ഇസ്രായേലിലുമായി ഏതാണ്ട് 30,000-ത്തിലധികം ഇന്ത്യൻ പൗരന്മാരുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലായി ഉള്ളത്. അപ്പോൾ അവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിന് പുറമെ തന്നെ ഈ ഊർജ്ജ വ്യാപാരം തുടങ്ങിയ മേഖലകളിലെല്ലാം ഒരു പ്രതിസന്ധി, ഇങ്ങനെ ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങൾ നീണ്ടു നിന്നു കഴിഞ്ഞാൽ ഈ മേഖലകളിൽ ഉൾപ്പെടെ തന്നെ ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ എന്താണ്, ഈ വിഷയങ്ങളിൽ ഇന്ത്യയുടെ ഇടപെടൽ എന്താണ് എന്ന കാര്യങ്ങളിൽ കൂടി ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് രാവിലെയോടുകൂടി തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി സംസാരിക്കുകയും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ നയതന്ത്ര തലത്തിലൂടെ ഈ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേരാനായി ഇരിക്കുന്നത്. ഇന്ന് രാത്രി 9:30 ശേഷം ഈ യോഗം ഡൽഹിയിൽ ചേരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി രാജ്യം കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജി.കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.